ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു ഐഷാസ് വേൾഡ്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ള റെസിപ്പി എന്ന് പറയുന്നത് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വെട്ടി കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് 2 കപ്പ് മൈദയാണ് കേട്ടോ. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നല്ല സിമ്പിളായിട്ട് ഇതിൽ ഒന്ന് ജസ്റ്റ് ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടൊന്ന് ഇതാക്കാനല്ല, ഒന്ന് സ്മൂത്ത് ആവാൻ വേണ്ടിയിട്ട് 2 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് അരിച്ചെടുക്കണം. വെറുതെ ആഡ് ചെയ്താലും മതി. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. ജസ്റ്റ് ഒന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ബേക്കിംഗ് സോഡ ആഡ് ചെയ്യുന്നത്. ഒരു ഫ്ലഫി ആയിട്ടുള്ളതും കിട്ടും, പിന്നെ സോഫ്റ്റ്നെസ്സും കിട്ടും. അപ്പോൾ അത്രയാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. ഇതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി ആഡ് ചെയ്യണം കേട്ടോ. 2 ടേബിൾ സ്പൂണ് റവയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ. റവ എന്ന് പറഞ്ഞാൽ ഇപ്പം മൈദക്ക് ഒരു ഒട്ടലുണ്ടാവുമല്ലോ, ഇതൊക്കെ കുഴച്ച് കഴിയുമ്പോൾ നമ്മൾ ചപ്പാത്തിൻ്റെ പോലെ ആയിരിക്കില്ല, കുറച്ചും കൂടി ഒരു ഒട്ടലുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, റവ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്, നമ്മൾ അരിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്നുള്ളത് നോക്കാം. നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്യാൻ വേണ്ടി ഇതിലേക്ക് ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഞാൻ 3 മുട്ടയാണ് പൊട്ടിച്ച് വയ്ക്കുന്നത്. അപ്പോൾ ഇത് അത്യാവശ്യം മീഡിയം സൈസിലുള്ള മുട്ടയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മുട്ടൻ്റെ ആ ഒരു സൈസ് ഡിഫറൻസ് വരുമ്പോൾ മൈദേൻ്റെ അളവിൽ ചെറിയ വ്യത്യാസം വരും. അപ്പോൾ മൈദ നമ്മൾ കുഴക്കുമ്പോൾ കുറച്ച് ലൂസാണെന്ന് അങ്ങനെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ചും കൂടി മൈദ ആഡ് ചെയ്തിട്ട് ഒന്ന് കുഴച്ചെടുത്താൽ മതി. അപ്പോൾ ഇത് കറക്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇതിലേക്കൊരു 3-4 ഡ്രോപ്പ് വനില എസൻസ് കൂടുതൽ ആഡ് ചെയ്തിട്ട്, അപ്പോൾ അതിൻ്റെ ഒരു സ്മെല്ല് തന്നെ ഉണ്ടാക്കണ ഐറ്റത്തിന്. അപ്പോൾ വനില എസൻസ് ആഡ് ചെയ്ത് കൊടുക്കും. ഏലക്കായ പൊടിച്ചത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താലും മതി, അല്ലെങ്കിൽ നമ്മുടെ മൈദയിലേക്കും ആഡ് ചെയ്ത് കൊടുത്താലും മതി. ഒരു 1/2 ടീസ്പൂണ് ഏലക്കായ പൊടിച്ചത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് നല്ലോണം ഗ്രൈൻഡ് ചെയ്തെടുക്കണം. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ബാക്കി പരിപാടി. അപ്പോൾ ഞാൻ ഇതൊന്ന് നല്ലോണം ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ട് വരാം. മുട്ട ഞാൻ നല്ലോണം ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാര, അതായത് പൊടിക്കാത്ത പഞ്ചസാര 1 കപ്പാണ് കേട്ടോ വരുന്നത്. അപ്പോൾ പൊടിച്ച പഞ്ചസാര ആകുമ്പോൾ കുറച്ച് വ്യത്യാസം വരും. പൊടിക്കാത്ത 1 കപ്പ് പഞ്ചസാര ഞാനിപ്പോൾ പൊടിച്ചതാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ നിങ്ങളിപ്പോൾ പൊടിക്കാത്ത പഞ്ചസാര ഇങ്ങനെ, ഇപ്പോൾ ഞാൻ ഇത് വേറെ മിക്സിയിൽ പൊടിച്ചതായിരുന്നു, കാരണം ഞാൻ മറന്നുപോയി. നിങ്ങൾ ആദ്യം തന്നെ ഇതിലേക്ക് പഞ്ചസാര ഇട്ടിട്ട് ഒന്ന് പൊടിച്ച ശേഷം അതിനുശേഷം എന്ത് ചെയ്താൽ മതി, മുട്ടയും ബാക്കിയുള്ള നമ്മൾ മുട്ടയും നമ്മൾ പറഞ്ഞ പോലെ ഏലക്കായൻ്റെ പൊടിയും എല്ലാ എസൻസും ആഡ് ചെയ്തിട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്താൽ മതി. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഒറ്റ മിക്സിൻ്റെ ജാറിൽ തന്നെ പരിപാടി കഴിയും. പക്ഷെ മുട്ട അടിച്ച ശേഷം പിന്നെ നമ്മൾ പൊടിക്കാത്ത പഞ്ചസാര ഇട്ട് ഗ്രൈൻഡ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഇനി ഇത് നല്ലോണം ഒരു ഫ്ലഫി ടെക്സ്ചറായിട്ട് വരുന്നത്, കുറച്ചൊന്ന് നല്ല ക്രീമി ടെക്സ്ചറായിട്ട് വരുന്നത് വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഈ മുട്ടയും പഞ്ചസാരയും കൂടി നല്ലോണം അടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നല്ലോണം ആ ഒരു സോഫ്റ്റ് ടെക്സ്ചറിലേക്ക് ആക്കി എടുക്കുകയാണെങ്കിൽ നമ്മുടെ വെട്ടി കേക്ക് അത്രയും സോഫ്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും. ഇനി നമ്മൾ അരിച്ചു വെച്ചിട്ടുള്ള മൈദ എടുക്കുക. ഇതിലേക്ക് ഒരു കാര്യം കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. ഞാൻ ആഡ് ചെയ്യുന്നത് 1 ടേബിൾ സ്പൂണ് നെയ്യാണ് കേട്ടോ. 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. നെയ്യ് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓയിലും ആഡ് ചെയ്യാം. കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്യരുത്, സൺഫ്ലവർ ഓയിൽ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ആഡ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ ഈ മുട്ടൻ്റെ മിക്സ്ചറും കൂടി ഇട്ട് കൊടുത്ത ശേഷം നല്ലോണം മിക്സ് ആക്കി എടുക്കണം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന ആ ഒരു രൂപത്തിൽ തന്നെ നമുക്ക് മിക്സായി കിട്ടണം. അതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. മിക്സർ കുറച്ചായി ആഡ് ചെയ്തിട്ട് കൊടുത്തിട്ട് നല്ലോണം കുഴച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ചപ്പാത്തിൻ്റെ ആ ഒരു പരുവുണ്ടല്ലോ, ആ ഒരു പരുവത്തിലാണ് നമുക്കിത് ഉണ്ടാക്കിയെടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ആദ്യം ആഡ് ചെയ്തത് 2 കപ്പ് മൈദയായിരുന്നു. പക്ഷെ അത് ചെയ്ത് നോക്കിയപ്പോൾ ലൂസ് ആവുന്നുണ്ട്. അപ്പോൾ ഞാൻ 1/2 കപ്പ് മൈദയും കൂടി എടുത്തു. എന്നിട്ട് കുറച്ചായിട്ട് ആഡ് ചെയ്തിട്ട് ആ ഒരു ചപ്പാത്തിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി ആവുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യണം, കുഴച്ച് എടുക്കണം. അപ്പോൾ ഇപ്പോൾ ചിലപ്പോൾ 2 കപ്പ് വേണ്ടി വരില്ല ഫുള്ളായിട്ട്, ചില സമയത്ത് 3-4 ടേബിൾ സ്പൂണൊക്കെ മതിയാവും. അപ്പോൾ നമ്മൾ മുട്ടൻ്റെ വലിപ്പ വ്യത്യാസത്തിനനുസരിച്ചിട്ടാണ് അവർ ചേഞ്ച് വരുന്നത്. അത് നോക്കിയിട്ട് കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ആ കൺസിസ്റ്റൻസി കറക്റ്റ് ആക്കി എടുക്കുക. അപ്പോൾ ഞാനിത് നല്ലോണം ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഒരു റോളാക്കിയിട്ട് വെച്ചിട്ട് നമ്മൾ ഈ പാത്രത്തിൽ തന്നെ വെച്ച ശേഷം ഒന്നുകിൽ നിങ്ങൾക്ക് നല്ല തുണി കൊണ്ടിട്ട് മൂടി വെക്കാം, അല്ലെങ്കിൽ ഇതിൻ്റെ മുകളിലേക്ക് ഒരു പ്ലേറ്റ് ഇങ്ങനെ വെച്ച് കൊടുത്താലും മതി. ഡ്രൈ ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ക്ലീൻ റാപ്പ് വെച്ചിട്ട്
ഇതേപോലെ ഈ പാത്രം കവർ ചെയ്ത ശേഷം ഒരു 2 മണിക്കൂർ 1.5 മുതൽ 2 മണിക്കൂർ വരെ ഇത് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. നമ്മൾ ബേക്കിംഗ് സോഡയൊക്കെ ഇട്ടതാണല്ലോ, അപ്പോൾ ഒന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ടാണ്, അതിൻ്റെ ആ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്, റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത് ക്ലീൻ റാപ്പാണ്. റാപ്പ് വെച്ചിട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക. ക്ലീൻ റാപ്പ് വെച്ചിട്ട് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി 2.5 മണിക്കൂർ കഴിഞ്ഞ ശേഷം നമുക്കിത് ബാക്കി പരിപാടി എന്താണെന്നുള്ളത് നോക്കാം. ഏകദേശം ഒരു 2 മണിക്കൂർ ആയിട്ടുണ്ട്. നമുക്കിത് തുറന്ന് നോക്കാം. നല്ല ഇതായിട്ട് തന്നെയാണുള്ളത്, അത്ര സോഫ്റ്റ് ആയിട്ടൊന്നും ആയിരിക്കില്ല, ചെറിയൊരു കട്ടി ഉണ്ടാവും. നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ഉരുട്ടിയെടുക്കണം. നമ്മൾ ഒരു ബോർഡ് എടുക്കുകയാണ് ഞാൻ, കാരണം നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാനുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരു ബോർഡ് എടുത്തിട്ട് അതിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ബോർഡിൽ വെച്ചിട്ട് ആദ്യം ഇത് 2 പീസാക്കി കൊടുക്കുക, 2 or 3 കഷ്ണാക്കി കൊടുക്കാം. എന്നിട്ട് ഒന്ന് ഇതാക്കിയിട്ട് നമുക്കൊന്ന് ഷേപ്പിലാക്കി എടുക്കണം. അത് കഴിഞ്ഞിട്ടാണ് ഇത് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ 2 or 3 പീസ് നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ആക്കി കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്ന റെസിപ്പി എന്ന് പറയുന്നത് പൊരിച്ചിട്ടുള്ളതും കാണിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ കുറച്ചുകൂടി ഹെൽത്തി ആയിട്ട് ഓവണിൽ ഉണ്ടാക്കുന്നതും കാണിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 2 ആക്കിയിട്ടാണ് കട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നമ്മൾ ആ ഒന്ന് ജസ്റ്റ് റോൾ ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നല്ലൊരു ഷേപ്പിൽ ഇങ്ങനെ വരും. പിന്നെ സൈഡിന് ഇങ്ങനെ ഒന്ന് അമർത്തി കൊടുക്കുക കേട്ടോ, കാരണം സൈഡും കൂടി നമുക്ക് ഷേപ്പായി കിട്ടണമല്ലോ, ആദ്യം വെക്കുന്നതും കൂടി ഷേപ്പായി കിട്ടണമല്ലോ. അപ്പോൾ അതുകൊണ്ട് സൈഡിനും കൂടി ഒന്നിങ്ങനെ അമർത്തി കൊടുത്തിട്ട് ഒന്നുകൂടി റോൾ ചെയ്തെടുക്കുക. നിങ്ങൾ വലുപ്പത്തിനനുസരിച്ച് ചെയ്യാം, കുറേ ചെറുതാക്കണ്ട. വെട്ട് കേക്ക് നമ്മൾ കണ്ടിട്ടുണ്ടാവില്ലേ, ഇവിടെ ബേക്കറിയിൽ അവിടെ ഇവിടെയൊക്കെ കാണുന്നതൊക്കെ ഏകദേശം ഒരു അത്യാവശ്യം വലിപ്പം ഉണ്ടാവും. നല്ല വലിപ്പത്തിലുള്ളതാണ് അതിൻ്റെ ആ ഒരു ഭംഗി എന്ന് പറയുന്നത്. അപ്പോൾ ഇതേപോലെ ഒന്ന് ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഞാനിത് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ഒരു 11 പീസായിട്ടാണ് ഞാനിപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നമ്മൾ കുറച്ചും കൂടി കട്ടിക്ക് വേണമെങ്കിൽ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇതിന് ഇനി നമ്മൾ വെട്ട് കേക്ക് ഉണ്ടാവാൻ നമുക്ക് കണ്ടറിയാമല്ലോ, 4 സൈഡിൽ നിന്നും ഇങ്ങനെ ഇതേപോലെ ആയിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ ഇതിന് ഞാനിപ്പോൾ ജസ്റ്റ് ഒരു കട്ട് മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ, ഈ സൈഡിലത്തതായതുകൊണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ തുറന്ന് വന്നോളും. അതേപോലെയാണ് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. ബാക്കിയുള്ളത് നമ്മൾ വേണമെങ്കിൽ ഒന്നുകിൽ ഇതേപോലെ 2 സൈഡിൽ നിന്നും ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കാം. ഈ 2 കട്ട് മതി. ഞാൻ ഇപ്പോൾ കുറച്ച് തിന്നായിട്ടാണല്ലോ ഉണ്ടാക്കിയിട്ടുള്ളത്, അതുകൊണ്ട് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് 2 സൈഡിൽ നിന്നായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. ഏത് ഓപ്ഷനിലും നമുക്ക് ഇഷ്ടമുള്ള പോലെ ഇതിൻ്റെ ട്രയാങ്കിൾ ഷേപ്പിലാക്കിയിട്ട് വേണമെങ്കിലും ചെയ്യാം, അങ്ങനെ വേണമെങ്കിലും ചെയ്യാൻ പറ്റും. ഇതേപോലെ ചെയ്ത് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ 4 സൈഡിൽ നിന്നും കട്ട് ചെയ്തും കൊടുക്കാം. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ ചെയ്യുന്നത് ഇതേപോലെ മൊത്തത്തിൽ കട്ട് ചെയ്യാതെ പകുതി വരെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇപ്പുറത്തെ സൈഡിൽ നിന്നും അതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മൊത്തത്തിൽ കട്ട് ചെയ്തിട്ടില്ല, അങ്ങനെ ആകുമ്പോൾ അത് പൊട്ടിപ്പോവും. അപ്പോൾ ഇതേപോലെ പകുതി പോലെ കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ തുറന്നു വരും. അപ്പോൾ അതും നല്ലൊരു ഓപ്ഷനാണ്, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം കേട്ടോ. കേക്കിൻ്റെ തന്നെ ടിന്നിലാണ് ഇത് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. എന്നിട്ടാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. നിങ്ങളടുത്ത് ഫ്ലാറ്റ് ആയിട്ടുള്ളത് ഉണ്ടെന്നുണ്ടെങ്കിലും അതും ഉപയോഗിക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇത് ചെയ്യാൻ വേണ്ടി ബട്ടർ പേപ്പർ 4ആയിട്ട് മടക്കുക. 4ആയിട്ടല്ല 8ആയിട്ട് മടക്കുക കേട്ടോ, 8ആയിട്ട് മടക്കുക. അപ്പോൾ ഒരു കോണിക്കൽ ഷേപ്പ് കിട്ടിയല്ലോ. എന്നിട്ട് ഇത് തിരിച്ചു വെച്ചിട്ട് ഏകദേശം ഇതിൻ്റെ മിഡിൽ വെച്ചിട്ട് നോക്കുക. എന്നിട്ട് നമ്മളൊന്ന് ജസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക എത്ര വരെ ഉണ്ടെന്നുള്ളത്. ഇവിടുന്ന് ഒന്നിങ്ങനെ ഇതാക്കി കൊടുത്താൽ മതി. എന്നിട്ട് ആ ഒരു ഇതിൽ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്, കോണിക്കലായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്ന ബട്ടർ പേപ്പർ. അങ്ങനെ ആകുമ്പോൾ ബട്ടർ പേപ്പർ ഇതിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് എളുപ്പമായിരിക്കും. കണ്ടില്ലേ, ഏകദേശം കുറച്ചൊരു വലിപ്പം കൂടിയിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഇത് ചെയ്തു. ഇനി ഇതിലേക്ക് നമ്മളെ വെട്ട് കേക്ക് വെച്ച് കൊടുക്കുക. ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്ത ശേഷം ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് കുറച്ച് ഓയിൽ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്ര ഡ്രൈ ആയിട്ട് ഇരിക്കില്ല. അപ്പോൾ ഒന്ന് ബ്രഷ് വെച്ചിട്ട് കുറച്ചൊന്ന് ഓയിലാക്കി കൊടുക്കുക. ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഓയിൽ ഇല്ലാതെ ചെയ്താലും ടേസ്റ്റ് ഉണ്ടാവും. നമ്മൾ ഇതിൽ കൺവെക്ഷൻ മോഡിൽ ക്ലിക്ക് ചെയ്യണം.
അതിനുശേഷം 180°C അല്ലേ, 180°C ഇപ്പോൾ അവിടെ കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് സ്റ്റാർട്ട് പ്രസ് ചെയ്യുക. അപ്പോഴത്തേനും ഓവൺ ഒന്ന് പ്രീ ഹീറ്റ് ആവും. ഇനി ഒരു 5-10 മിനിറ്റ് നേരം ഇത് പ്രീ ഹീറ്റ് ചെയ്ത ശേഷമാണ് നമ്മൾക്ക് കേക്ക് അതിനുള്ളിലേക്ക് വെച്ച് കൊടുക്കാൻ. അതായത് നമ്മൾ കട്ട് ചെയ്യുന്നതിന് മുന്നേ ഓവൺ ഒന്ന് ഓൺ ആക്കി വെക്കുക. ഓവണ് പ്രീ ഹീറ്റ് ആയിട്ടുണ്ട്, ഏകദേശം 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളെ കേക്കിൻ്റെ ടിന്ന് വെച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് തുറന്ന ശേഷം കണ്ടില്ലേ, കേക്ക് ടിന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇപ്പോൾ 180°C കൺവെക്ഷൻ മോഡ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ നമ്മൾ ടൈം സെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇപ്പോൾ അരമണിക്കൂറാണ് ഇവിടെ വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 10, 20, 30 കണ്ടില്ലേ, ഇവിടെ 30 മിനിറ്റ്സ് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റാർട്ട് ബട്ടൺ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ടൈം കുറയുന്ന കണ്ടില്ലേ, 29 ഇത് പറഞ്ഞിട്ട് ഇനി 30 സെക്കൻഡ് ആകുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആയിക്കോളും. സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് ഞാൻ പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓയിൽ വെക്കുക. അപ്പോൾ ഓയിൽ ഏകദേശം ചൂടായി വരണം. നല്ല മീഡിയം ഫ്ലെയിമിലായിരിക്കണം, ലോ ഫ്ലെയിമിലായിരിക്കരുത്. അപ്പോൾ ഭയങ്കരമായിട്ട് എണ്ണ കുടിക്കും. ഹൈ ഫ്ലെയിമിലായാലും പെട്ടെന്ന് കരിഞ്ഞു പോകും, അകത്തൊന്നും വേവില്ല, പുറത്ത് ഫുള്ളായിട്ട് ഡാർക്ക് കളറായിട്ട് വരും. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു ചൂടിലാണല്ലോ, ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. കണ്ടില്ലേ, അത്യാവശ്യം ചൂടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് വെട്ടുകേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ആ ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ആണെങ്കിലും ആദ്യം ഇടുമ്പോൾ മീഡിയം ഫ്ലെയിമിലായിരിക്കണം. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ലോ ഫ്ലെയിമിലാക്കി കൊടുത്ത ശേഷം ഒന്ന് നല്ലോണം ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതേപോലെ തന്നെ കുറേ എണ്ണം ഒന്നിച്ചിട്ട് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. അങ്ങനെ ആകുമ്പോഴും നമുക്ക് തിരിച്ചിടാനും ഇതാക്കാനും ഒക്കെ പണിയായിരിക്കും. ഇനിയിപ്പോൾ 4 എണ്ണമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് അപ്പുറത്തെ സൈഡ് ഒന്ന് ഞാൻ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ടാണ് ഏകദേശം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്, ലോ ടു മീഡിയമിൻ്റെ ഇടയിൽ വെച്ചിട്ട്. എന്നിട്ട് ഒന്ന് അപ്പുറത്തെ സൈഡ് ബ്രൗൺ കളർ ആയ ശേഷം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് വെട്ടുകേക്ക് 2 സൈഡും ബ്രൗൺ കളറെല്ലാം ആയിട്ടുണ്ട്. ഞാനിതെടുത്തൊരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. എന്നിട്ട് ഇതേപോലെ ബാക്കിയുള്ളതും കൂടി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളെ കേക്ക് ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും കൂടി ഞാൻ അതേപോലെ ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ്. ഓവണിലും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ പൊരിച്ചെടുത്ത 2 ടൈപ്പിലുള്ള വെട്ടുകേക്കും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കുറച്ചും കൂടി ഹെൽത്തി ആയിട്ടുള്ള ഓപ്ഷൻ വേണമെന്നുള്ള ആൾക്കാർ ഇത് ഓവണിൽ ഉണ്ടാക്കിയാൽ മതി. അതേപോലെ തന്നെ അല്ലെങ്കിൽ ഫ്രൈ ചെയ്ത് ഉണ്ടാക്കിയാലും രണ്ടും നല്ല ടേസ്റ്റ് തന്നെയാണ്. ബേക്ക് ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് വേറെ തന്നെയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ ബൈ. താങ്ക് യു.